പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 50-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് ഒരു പിടി ഉപ്പും ഒരു സാമ്രാജ്യവും. 1930 മാർച്ച് 12 സബർമതി ആശ്രമം അന്ന് പതിവിലും നേരത്തെ ഉണർന്നു. സർവമത പ്രാർത്ഥനയും മുദ്രാവാക്യങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ആശ്രമാങ്കണത്തിൽ നിരവധി ഭാരതീയർ തിങ്ങി നിറഞ്ഞിരുന്നു. ഗാന്ധിജിയും 78 സന്നദ്ധ ഭടന്മാരും ആശ്രമത്തിൽ നിന്ന് പുറത്തേക്കു വന്നു. ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്രയ്ക്കുള്ള പുറപ്പാടായിരുന്നു അത്. കൂട്ടത്തിൽ 5 മലയാളികളും ഉണ്ടായിരുന്നു. സത്യാഗ്രഹികളെ യാത്രയാക്കാൻ തിങ്ങിക്കൂടിയ ജനങ്ങളോടായി ഗാന്ധിജി പറഞ്ഞു: പ്രിയ സഹോദരങ്ങളെ, നാം നേരത്തെ പ്രഖ്യാപിച്ച ഉപ്പു സത്യാഗ്രഹത്തിനായി ഇപ്പോൾ പുറപ്പെടുകയാണ്. അനുഗ്രഹിക്കണം. നിങ്ങളുടെ അനുഗ്രഹമാണ് ഞങ്ങളുടെ ശക്തി. ആ വാക്കുകൾ അവിടെ കൂടി നിന്നവരെ ആവേശഭരിതരാക്കി. മഹാത്മാഗാന്ധി കീ ജയ്, ഭാരത് മാതാ കീ ജയ് എന്നീ മുദ്രാവാക്യങ്ങൾ വാനിലുയർന്നു. സബർമതിയിൽ നിന്ന് 320 കിലോമീറ്റർ അകലെ ഗുജറാത്തിലാണ് ദണ്ഡി കടപ്പുറം. ചൈതന്യം തുടിക്കുന്ന മുഖഭാവത്തോടെ ധീരനായി അചഞ്ചലനായി ഗാന്ധിജിയും സമരസേനാനികളും മുന്നോട്ട് നടന്നു. നഗ്നപാദനായാണ് ഗാന്ധിജി സഞ്ചരിച്ചത്. ഗ്രാമവീഥികളിൽ പുഷ്പാർച്ചനയ്ക്കായി അനേകായിരങ്ങൾ കാത്തുനിന്നിരുന്നു. പലരും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഗാന്ധിജിക്ക് തളർച്ച അനുഭവപ്പെട്ടാൽ യാത്ര ചെയ്യുന്നതിനായി കുതിരവണ്ടിയും ഏർപ്പാട് ചെയ്തിരുന്നു. എന്നാൽ ആ 61കാരന് ഒരു തരത്തിലുള്ള തളർച്ചയോ പതർച്ചയോ ഉണ്ടായില്ല. ദിവസവും 12 നാഴികയിലേറെ സഞ്ചരിച്ച് ഗാന്ധിജിയും സമരസേനാനികളും 26-ാം നാൾ പ്രഭാതത്തിൽ കടൽ തീരത്തെത്തി. ഇതിനിടയിൽ വെള്ളക്കാരോടുള്ള പ്രതിഷേധ സൂചകമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ജോലി രാജിവെച്ച് കഴിഞ്ഞിരുന്നു. അധ്യാപകർ സ്കൂളുകൾ വിട്ടു. വിദ്യാർത്ഥികൾ പഠിപ്പു നിർത്തി. ദണ്ഡി യാത്രയ്ക്ക് ഇത് വലിയ ശക്തി പകർന്നു. ദണ്ഡി കടൽ തീരത്തെത്തിയ ഗാന്ധിജിയും അനുയായികളും ഇളകിമറിയുന്ന തിരമാലകളെ സാക്ഷി നിർത്തി കടലിൽ നിന്ന് വെള്ളമെടുത്ത് തിളപ്പിച്ച് ഉപ്പുണ്ടാക്കി. ഇന്ത്യയിലെ ഉപ്പിൻ്റെ മുഴുവൻ കുത്തകാവകാശവും ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഉപ്പ് നിയമത്തിനെതിരെയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഭാരതം ഒറ്റക്കെട്ടായി അണിനിരന്നത്. ഇന്ത്യയുടെ എല്ലാ കടൽ തീരങ്ങളിലും അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഉപ്പുണ്ടാക്കി. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പേരിൽ ഗാന്ധിജിക്കും മറ്റനേകം ദേശസ്നേഹികൾക്കും വളരെ നാൾ ബ്രിട്ടീഷുകാരുടെ കൽത്തുറങ്കലിൽ കഴിയേണ്ടി വന്നു. തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന ഗാന്ധിജിയെ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാ എന്ന് വിളിച്ച് ആലിംഗനം ചെയ്തു. അന്നു മുതലാണ് ഗാന്ധിജി മഹാത്മാഗാന്ധിയായി അറിയപ്പെടാൻ തുടങ്ങിയത്. മക്കളെ, ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.